ദൈവനാമം മഹത്വപ്പെടട്ടെ. ഇന്ന് വലിയ നോമ്പാരംഭം. രൂപാന്തരപ്പെടുത്തുന്ന യേശു ക്രിസ്തു എന്നതാണ് ഇന്നത്തെ ധ്യാന വിഷയം. ആയതിന് നിദാനമായ വേദഭാഗം വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളാണ്. കാനാവിലെ കല്യാണ വിരുന്നിൽ യേശു തന്റെ ആദ്യ അടയാളം ചെയ്ത ഈ സംഭവം നമുക്ക് പകർന്നു നൽകുന്ന ധ്യാന ചിന്തകൾ ഏവ എന്ന് ഗ്രഹിക്കാം. 1. രൂപാന്തരപ്പെടുത്തുന്ന ക്രിസ്തു. ഈ അത്ഭുതത്തിലൂടെ കൽപാത്രങ്ങളിലെ ശുദ്ധീകരണത്തിനുള്ള വെള്ളത്തെ ശ്രേഷ്ഠമായ വീഞ്ഞാക്കി മാറ്റുമ്പോൾ പഴയ ആചാരപരമായ ശുദ്ധീകരണത്തെ ദൈവരാജ്യത്തിന്റെ നിത്യസന്തോഷമായി മാറ്റുകയാണ് യേശുക്രിസ്തു. തന്റെ രക്തശരീരങ്ങളെ നമുക്കായി നൽകി നിത്യജീവനിലേക്ക് നമ്മെ നയിക്കുന്ന അനുഭവം യേശു ഒരുക്കുന്നു. വെറും വെള്ളം നിറയ്ക്കപ്പെട്ട കൽപാത്രങ്ങളായ നമ്മുടെ ജീവിതങ്ങളെ ശ്രേഷ്ഠമായ ദൈവരാജ്യ അനുഭവത്തിന്റെ വീഞ്ഞാക്കി മാറ്റുന്ന അനുഭവത്തിന്റെ നിഴലാണ് ഈ സംഭവം. വിശുദ്ധ കുർബാനയിലൂടെ നമ്മുടെ രക്തത്തിലേക്ക് ക്രിസ്തുവിന്റെ പുണ്യാഹ രക്തത്തെ കൂട്ടിക്കലർത്തുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന രൂപാന്തരത്തിന്റെ നിഴൽ. യേശുവിന്റെ സാന്നിധ്യവും സാമീപ്യവും സാധാരണത്വത്തെ അസാധാരണമാക്കി മാറ്റുന്നു. വീടിന് പുറത്തായിരുന്ന കൽപാത്രങ്ങളെ കലവറയിലെ വീഞ്ഞ് സംഭരണികളാക്കി രൂപാന്തരപ്പെടുത്തുന്ന അനുഭവം. പുറംപോക്കിൽ കിടന്നതിനെ ഭവനത്തിന്റെ അഭിമാനമാക്കി മാറ്റുന്നു. ഏത് അവസ്ഥയിലാണെങ്കിലും നമ്മെ രൂപാന്തരപ്പെടുത്തുവാൻ പ്രാപ്തനാണ്, മനസ്സുള്ളവനാണ് ക്രിസ്തു. കൃപയും സത്യവും നിറഞ്ഞ ക്രിസ്തു കൃപയായി മാറുന്ന അനുഭവം. തന്റെ മഹത്വം വെളിപ്പെടുത്തിയ ഈ അനുഭവത്തിലൂടെ യേശു ശിഷ്യന്മാരെയും രൂപാന്തരപ്പെടുത്തുകയായിരുന്നു. തങ്ങൾ അനുഗമിച്ചവൻ വിശ്വസ്തനാണ്, തങ്ങളുടെ പ്രശ്നങ്ങളിൽ പരിഹാരകനാണ് എന്ന് അവർ വിശ്വാസത്തിൽ ഉറച്ചു. വലിയൊരളവിൽ വീഞ്ഞ് വീട്ടുകാർക്ക് നൽകുന്ന കർത്താവിന്റെ ഔദാര്യ മനോഭാവം പ്രശംസനീയമാണ്. നിറഞ്ഞു കവിയുന്ന അനുഭവം പങ്കുവയ്ക്കപ്പെടുന്നു. പോരായ്മകളെ രൂപാന്തരപ്പെടുത്തി നിറവാക്കി മാറ്റുന്നു. നമ്മുടെ ദൈനംദിന ജീവിതത്തിലെ വ്യവഹാരങ്ങളിലും പ്രതിസന്ധിയിലും ആവശ്യങ്ങളിലും അഭിമാനത്തിലും ബദ്ധശ്രദ്ധനാണ് സൃഷ്ടാവായ ദൈവം. യേശുവിന്റെ സാന്നിധ്യം, സാമീപ്യം, സ്പർശനം, നോട്ടം, വാക്ക് എല്ലാം തന്നെ നമ്മിൽ രൂപാന്തരം ഉളവാക്കുന്നു. അവന്റെ തൊങ്ങൽ തൊട്ട രക്തസ്രാവക്കാരിയുടെ സൗഖ്യത്തിലൂടെ അത് വ്യക്തമല്ലേ. 2. പ്രേരണയായി മാറിയ യേശുവിന്റെ അമ്മ. അപരന്റെ ആവശ്യത്തിൽ പ്രതികരിക്കുവാൻ മനസ്സുള്ള കന്യക മറിയം തന്റെ നിയോഗത്തിന്റെ ആരംഭത്തിനായി യേശുവിന് പ്രേരണയാകുന്നു. ഇതാ ഞാൻ കർത്താവിന്റെ ദാസിയെന്ന് സ്വയം സമർപ്പിച്ചവൾ തന്റെ മകനെ, ലോകരക്ഷകനെ ദൈവനിയോഗത്തിനായി പ്രേരിപ്പിക്കുന്നു. കാൽവറിയിലേക്കുള്ള തന്റെ മകന്റെ യാത്രയ്ക്ക് തുടക്കമിടുവാൻ ഓർമ്മപ്പെടുത്തുന്ന അമ്മ. മക്കളെക്കുറിച്ചുള്ള ദൈവനിയോഗം അവരെ ഓർമ്മപ്പെടുത്തുന്നവർ ആവണം മാതാപിതാക്കളെന്ന് ഈ അമ്മ നമ്മെ പഠിപ്പിക്കുന്നു. മറ്റുള്ളവരുടെ, കൂടെയുള്ളവരുടെ പ്രതിസന്ധി സ്വന്തമായി കണ്ട് സമയോചിതമായി പ്രവർത്തിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട വ്യക്തിത്വമാണ് മറിയ ഇവിടെ. എനിക്ക് എന്ത് എന്ന ലോക കാഴ്ചപ്പാടിൽ നിന്നും വ്യത്യസ്തരായിരിക്കാൻ ഇത് നമുക്ക് മാതൃകയാവണം. 3. ശുശ്രൂഷയ്ക്കായുള്ള ഒരുക്കം. മനസ്സൊരുക്കമുള്ള ശുശ്രൂഷകർ, കർത്താവിന്റെ ഇഷ്ടം നിറവേറ്റുവാൻ തയ്യാറായവർ യേശുവിന്റെ മഹത്തരമായ ശുശ്രൂഷയുടെ ഭാഗമാകുകയായിരുന്നു. 6 വലിയ കൽപാത്രങ്ങളിൽ വെള്ളം വക്കോളം നിറച്ചവർ, ആയത് കലവറയുടെ ഭാഗമാക്കിയവർ, എന്ത്, എന്തിന് എന്ന ചോദ്യം ഉയർത്താതെ ദൈവത്തിന്റെ ഇഷ്ടത്തിന് സമർപ്പിക്കപ്പെട്ടവർ, യേശു ചെയ്ത അത്ഭുതത്തിന്റെ അന്തസത്ത കണ്ടറിഞ്ഞവരാണ്, തൊട്ടറിഞ്ഞവരാണ്. കർത്താവിന്റെ വയൽ പ്രദേശത്ത് വേല ചെയ്യുന്നവർക്ക് നല്ലൊരു മാതൃകയാണ് ഈ ശുശ്രൂഷകർ. 4. വിവാഹത്തിന്റെ പ്രാധാന്യം. കുടുംബജീവിതത്തിലും സാമൂഹ്യ വ്യവഹാരത്തിലും വിവാഹ കൂദാശയിലും ഒക്കെ ദൈവത്തിന്റെ സാന്നിധ്യവും ഭാഗഭാഗത്വവും കർത്തൃത്വവും എത്ര അനിവാര്യമാണെന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുന്ന സംഭവം. ക്രിസ്തുവിനെ പോലെ അനേക ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തുന്നവർ, അനേകരുടെ ജീവിത വിജയത്തിനും വിശ്വാസവർദ്ധനവിനും പ്രേരണയാകുന്നവർ, ഒരുക്കമുള്ള ശുശ്രൂഷകർ, ദൈനംദിന ജീവിതത്തിലെ അനിവാര്യതയിൽ ക്രിസ്തുവിനെ കൂട്ടുപിടിക്കുന്നവർ, ഇതൊക്കെയാകുവാൻ ഈ വേദഭാഗം നമ്മെ പഠിപ്പിക്കുന്നു. ആയതിനായി നമ്മെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. പ്രാർത്ഥിക്കാം. ദൈവമേ, ഈ നോമ്പ് നാളുകളിൽ നീ ആഗ്രഹിക്കുന്ന പോലെ ഞങ്ങളെ രൂപാന്തരപ്പെടുത്തി നിനക്ക് പ്രവർത്തിക്കുവാനുള്ള ഇടങ്ങളാക്കി മാറ്റണമേ. പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ജീവിതത്തെ അർത്ഥപൂർണമാക്കണമേ. യേശുവിൻ നാമത്തിൽ യാചിക്കുന്നു,
കൃപയോടെ കേൾക്കണമേ. ആമേൻ.